ഒരു ചട്ടിയിൽ ഒരു വെണ്ട നിൽക്കുന്നു. അതിൻ്റെ കായ് ഫലമെല്ലാം കഴിഞ്ഞു. എന്നാൽ പിന്നെ അത് പറിച്ച് കളയാമെന്ന് കരുതി പറിച്ചപ്പോൾ അതിനകത്തൊരു മധുരക്കിഴങ്ങിൻ്റെ വള്ളി കിടപ്പുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കിട്ടിയ മധുരക്കിഴങ്ങ്. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് ഇതിനായിട്ട് ഞാൻ നട്ടതല്ല, ഇലയ്ക്ക് വേണ്ടി നട്ടതാണ്. അപ്പം അത് നമുക്കൊന്ന് കണ്ടു കളയാം വീഡിയോ. ഓക്കെ, എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ. ഈ പാത്രം ഇതിനകത്ത് ഈ പയർ ഇതിനകത്ത് നിന്നിരുന്നതാണ്. അതിൻ്റെ കൂടെ കുറച്ച് മധുരക്കിഴങ്ങിൻ്റെ വള്ളി ഇതെല്ലാം കൂടെ ഇതിനകത്ത് കിടന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് കുറച്ച് മധുരക്കിഴങ്ങിന് 3 മാസം മതിയെന്ന് എനിക്കറിയാം. മാസങ്ങളായിട്ട് ഈ മധുരക്കിഴങ്ങ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഇത് കിടക്കുന്ന ഇത് കണ്ട ഇതെല്ലാം കൂടെ. അപ്പോഴേ ഇത് നടാൻ വേണ്ടി നട്ടതല്ല. ഞാനിങ്ങനെ എവിടെയെങ്കിലും ഇത്ര മധുരക്കിഴങ്ങ് വല്ലത്തിലും നട്ടേക്കും. അത്യാവശ്യം വന്ന ഇല പറിക്കാം, കണ്ടോ. അല്ല, ഇതൊന്നും കിഴങ്ങിന് വേണ്ടി നടുന്നതല്ല. കിഴങ്ങ് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഞാനെല്ലാം ഇപ്പോൾ ഇതിനകത്ത് ഒരു ഇതുണ്ട്, കാന്താരിയുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഈ ചീര കൂടെ വളരട്ടെ, എൻ്റെ വിത്തെടുക്കാമല്ലോ. എന്നിട്ട് ഈ ചീര എല്ലാവർക്കും സുപരിചിതം അല്ലെങ്കിലും ഇതൊരു ചീരയാണ്, വസളച്ചീര. എന്നാലും അറിയാവുന്നവരായിരിക്കും. തമിഴ്നാട്ടിൽ ഇതിന് നല്ല പ്രാധാന്യമുള്ളതാണ്. ഇതും ഇങ്ങനെ ഏതോ ഒരു പാത്രത്തിൽ നട്ടിട്ട് അങ്ങോട്ട് കയറ്റി വിട്ടേക്കാണ്. അപ്പോൾ ഞാൻ വെറുതെ ഈ മണ്ണങ്ങ് കുടഞ്ഞിട്ടു. ഇനി വല്ല കിഴങ്ങും ഉണ്ടോ എന്നറിയാൻ. അപ്പോൾ എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഇത്രയും. ഇനിയും വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കട്ടെ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നോക്കാം ഇതിൻ്റെ അടിയിൽ വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ ഇതങ്ങ് ഒത്തിരി അടിയിലോട്ടായിരുന്നു ഈ കിഴങ്ങ്. ഇത്രയും കിട്ടി. ഏതായാലും ഇതിനായിട്ട് നട്ടതല്ലല്ലോ. ഇത് സമയം കഴിഞ്ഞു പോയി. അയ്യോ, ഒരു നല്ല കിഴങ്ങുണ്ടായിരുന്നു, പോയി കേട്ടോ, സമയത്ത് പറിക്കാത്തതുകൊണ്ടാണ്. എന്നാലും ഇത് ഞാൻ പ്രത്യേകിച്ച് കിഴങ്ങിന് വേണ്ടി നട്ടതല്ലെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇത്രയും കിട്ടിയത് ഒരാൾക്ക് തിന്നാനും ഇത് ധാരാളം മതി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു വെണ്ടയുണ്ടായിരുന്നു, വെണ്ട പറിച്ച് കളഞ്ഞതാണ്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം, ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ചുരുട്ടിയിട്ടിട്ട് ഇതിൻ്റെ മുകളിലോട്ട് മണ്ണുമൊക്കെ ഇട്ട് ഇതങ്ങ് നടും. ചിലപ്പോൾ ഇതിൻ്റെ അറ്റത്തുനിന്ന് ഒന്ന് കിളുത്ത് വരും. അതവിടെ ഇന്നെനിക്ക് ഇല വേണ്ട, അല്ലെങ്കിൽ ഇതേ കുറച്ച് ഇല പറിക്കാനുണ്ടായിരുന്നു. ഇത് അടിയിൽ കിടന്ന് ചീഞ്ഞ് വളമായിക്കോളും. ഇപ്പം വേറെ എന്തെങ്കിലും ഉണ്ടല്ലോ ഇല പറിക്കണമെങ്കിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ആ മണ്ണ് തന്നെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇതൊക്കെ വലുതായേന്. ഇവിടെ വേണേന്ന് നട്ട് കൊടുത്തേക്കാം. ഇവിടെ 1-2 കിഴങ്ങുണ്ട് കേട്ടോ. ഇതൊന്ന് മണ്ണിട്ട് കൊടുത്താൽ അയ്യോ ഇതൊക്കെ ആകേണ്ടതായിരുന്നു കേട്ടോ. ആകുന്നെങ്കിൽ ആകട്ടെ, ഇതിനകത്തോട്ടിട്ട് മണ്ണും ഇട്ട് കൊടുക്കാം. എനിവേ എന്തുവായാലും നമുക്കിതൊക്കെ വിളിച്ചതുകൊണ്ട് അയ്യോ ഈ മണ്ണിട്ട് കൊടുത്താൽ ഇതൊക്കെ ആകും കേട്ടോ. ഇതിങ്ങനെ വളർന്ന് ഇവിടെയൊക്കെ കിടക്കുമായിരുന്നു. ഇതിൻ്റെ അടിയിലൊക്കെ ചിലപ്പം കാണും. ഇനി ഉണ്ടാകട്ടെ. ഇത് ഇങ്ങോട്ടിട്ട് ഇതിനകത്തോട്ട് ഒരു വള്ളി പുറത്തേക്ക് ഇട്ടേക്കാം, മണ്ണ് വിടാം. ഇതും ഇവിടെ ഒന്ന് വളർന്നോളും. ഇതിനകത്ത് ഞാൻ വേറെ വല്ലതും നടും കേട്ടോ. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചില കൃഷികളൊക്കെ നമുക്ക് എന്തെങ്കിലും വല്ലത്തിൻ്റെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും കേട്ടോ. വലിയ ഫാമിലിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം കണ്ടോ, ഞാൻ ഈ മുളകിൻ്റെ കൂടെ തന്നെ ഈ ചീര നിർത്തിയിരിക്കുക കളയാതെ. അപ്പം അങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ഞാൻ ഒന്നിൻ്റെ കൂടെ നടുന്നത് നല്ലതല്ല. പിന്നെ ഇത് വലിയ ബക്കറ്റ് ആയതുകൊണ്ട് പിന്നെ അത് 2-3 ചാക്ക വെണ്ടയ്ക്ക കുറച്ച് കിട്ടിയതാണ്. അപ്പം ശരി, ഓക്കെ.